അതായത് നേരത്തെ യുദ്ധത്തിൽ എന്ത് തരത്തിലുള്ള സമീപനമാണോ സ്വീകരിച്ചത്, അതായത് ഇറാനുമേൽ US നടത്തിയ വ്യോമാക്രമണം തിരിച്ച് പ്രത്യാക്രമണം എന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ US അസറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ നൽകുന്നത്. എന്തായാലും നിലവിൽ സാഹചര്യങ്ങൾ കലുഷിതമായ നിലയിലേക്ക് പോയിട്ടില്ല. കപ്പലുകൾ തടയുന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. 2 കപ്പലുകൾക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത വിവരങ്ങൾ പുറത്തു വരുന്നു. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഈ സമ്മർദ്ദ തന്ത്രം അത് എത്രത്തോളം ഫലം കാണും എന്നത് കാത്തിരിക്കേണ്ടതുണ്ട്. 2 ലക്ഷ്യങ്ങളാണ് അമേരിക്കയ്ക്ക് ഹോർമൂസിലെ ഈ പടയൊരുക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. 2 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇറാനുള്ള സാമ്പത്തിക, ഇറാൻ്റെ സർക്കാരിനും അതോടൊപ്പം തന്നെ സൈന്യത്തിനുമുള്ള സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക, അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യം അതുണ്ടാക്കുക. അതായത് ഈ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം തടഞ്ഞാൽ അത് കേവലം ഈ 2 രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയല്ല, ആഗോള തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ അതാണ് സാഹചര്യം. ഇതിനിടയിൽ കപ്പലുകൾക്ക് അമേരിക്ക നോട്ടീസ് നൽകി തുടങ്ങി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി. അതായത് ഹോർമുസ് വഴി കടക്കാൻ ഒരുങ്ങുന്ന കപ്പലുകൾക്ക് അമേരിക്കൻ സേനയടക്കം നോട്ടീസ് നൽകി തുടങ്ങി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറെ ഗൗരവതരമായ സാഹചര്യമാണ്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇറാൻ ഹോർമുസ് തുറക്കണമെന്ന അവസാനത്തെ മുന്നറിയിപ്പും അമേരിക്ക നൽകുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ, കാർത്തിക് പറഞ്ഞതുപോലെ, ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് സംശയമില്ല. ഇതിനകം തന്നെ 158 ഇറാനിയൻ കപ്പലുകൾ കടലിന്റെ അടിത്തട്ടിലാണ് എന്ന്, അതായത് യുദ്ധത്തിനിടയിൽ ഇത്രത്തോളം ഇറാൻ കപ്പലുകളെ അമേരിക്ക തകർത്തു എന്നാണ് അവകാശവാദമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ തീരവും ഊർജ്ജ മേഖലയും അടക്കം ഞങ്ങളുടെ പരിധിയിലാണ് എന്നുള്ള വെല്ലുവിളി കൂടി ട്രംപിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഏറെ നിർണായകമാണ്. അതായത് ഒരു തരത്തിലും പിറകോട്ടില്ല. കപ്പലുകൾക്ക് രാജ്യമെന്നുള്ള പരിഗണനയില്ല. ഏതു രാജ്യത്തു നിന്ന് കപ്പലുകൾ ഇറാനിലേക്ക് വന്നാലും ഇറാനിൽ നിന്ന് പുറത്തേക്ക് പോയാലും അത് തടയും എന്ന് വളരെ വ്യക്തമാക്കുകയാണ് അമേരിക്ക. അതേസമയം മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾക്ക്, മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഈ നിയന്ത്രണമില്ല എന്നും വ്യക്തമാക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത, നോട്ടീസുകൾ കപ്പലുകൾക്ക് നൽകുന്നു, തുടർന്ന് മുന്നറിയിപ്പുകൾ നൽകുന്ന പശ്ചാത്തലമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് കാർത്തിക് അമേരിക്ക ആ മേഖലയിൽ.